ഛത്തീസ്ഗഡിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ടെന്റ് ബിസിനസ്സുകാരന്റെ കൊലപാതകം തെളിയിച്ചത് ഒരു സ്കൂട്ടറാണ്. ഏപ്രിൽ 11 മുതൽ കാണാതായിരുന്ന ഇയാളുടെ മൃതദേഹം പോലീസ് കണ്ടെത്തുന്നത് ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തു നിന്നാണ്. പ്രതിയെ പോലീസ് പിടികൂടിയെങ്കിലും കൊലപാതക കാരണം ഇപ്പോഴും വ്യക്തമല്ല. ഛത്തീസ്ഗഡിലെ കൊണ്ടഗാവ് ജില്ലയിലാണ് സംഭവം നടക്കുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ടെന്റ് ബിസിനസ്സുകാരനായിരുന്നു സുരേഷ് ചൌഹാൻ. ഈ മാസം 11-ാം തീയതി പതിവ് പോലെ തന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾക്കായി പുറത്തുപോയതായിരുന്നു സുരേഷ്. എന്നാൽ പിന്നീട് അയാൾ മടങ്ങി വന്നില്ല. ജോലി സംബന്ധമായി എവിടേക്കെങ്കിലും പോയതാകാമെന്ന് കുടുംബം ആദ്യം കരുതിയെങ്കിലും പിന്നീട് സംശയം തോന്നിയ കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കുടുംബത്തിന്റെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ച കൊണ്ടഗാവ് പോലീസ് പലയിടത്തും തെരച്ചിൽ നടത്തിയെങ്കിലും സുരേഷിനെ കണ്ടെത്താനായില്ല. ഇതിനിടെയായിരുന്നു പ്രദേശത്തുള്ള വികാസ് ഗ്രൗണ്ടിൽ നിന്നും രക്തം പുരണ്ട ഒരു മോട്ടോർ സൈക്കിൾ പോലീസ് കണ്ടെത്തുന്നത്. ഇതായിരുന്നു കേസിലെ നിർണായകമായ വഴിത്തിരിവ്. അന്വേഷണം മോട്ടോർ സൈക്കിളിലേക്ക് തിരിച്ച പോലീസ് അത് കണ്ടെത്തിയ പ്രദേശത്താകെ പിന്നീട് തെരച്ചിൽ നടത്തി. തെരച്ചിലിനൊടുവിൽ സമീപത്തെ വൃത്തിഹീനമായൊരു പ്രദേശത്തു നിന്നും കുഴിച്ചിട്ട നിലയിൽ സുരേഷിന്റെ മൃതദേഹം പോലീസ് കണ്ടെടുത്തു. പിന്നാലെ തന്നെ പ്രതിക്കായുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചു. ഇതിനായി പ്രദേശത്തെ ഏകദേശം 150ഓളം CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. അന്വേഷണത്തിനൊടുവിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ പോലീസ് പിടികൂടുകയും ചെയ്തു. കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ തുടരുകയാണെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. अभी शव की पुष्टि हो गई है, घर वालों से हमने पहचान करवा लिया है. सुरेश चौहान नाम है उनका. इनके कोंडागांव के लोकल टेंट व्यापारी है वो. और आगे हम इन्वेस्टिगेशन, उसका नाम अभी पूछताछ चल रही है. ठीक है, बाकी सारी चीज़ें क्लियर होने के बाद आपको अलग से बताया जाएगा. ഇതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. എന്തിനാണ് ഇയാൾ കൊലപാതകം നടത്തിയതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. പലതരത്തിലുള്ള സംശയങ്ങളാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത്. കവർച്ചയ്ക്ക് വേണ്ടിയാണോ അതോ വാതുവെപ്പുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണോ കൊലപാതക കാരണമെന്നാണ് പോലീസും പ്രധാനമായി അന്വേഷിക്കുന്നത്. പ്രതിക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് സുരേഷിന്റെ കുടുംബം വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ സുരേഷിന്റെ സഹോദരന്റെ പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം. अकेले आरोपी का काम नहीं है, इसके साथ में 8-10 लोगों का मिलजुल के किया हुआ घटना है. मेरा एक ड्राइवर है, अपना बीजापुर में रहता है और वहाँ पे पिकअप चलाता है. उसने फ़ोन किया था सूरज भाई को, छोटे भाई को. तो उस समय में वो भाई फ़ोन उठाया और उसने वो पिकअप में डीजल डलाने के लिए पैसा मांगा. तो उसने वहाँ से उसको ऑनलाइन पेमेंट किया. तो जो ड्राइवर सुना, उसका कहना था कि काफ़ी लोग थे वहाँ पे और बातचीत हो रही थी, हो हल्ला हो रहा था. मेरा भाई को उतना ऑनलाइन का ज्ञान नहीं है, तो उसको काफ़ी समय लगता था. लेकिन जब वो पेमेंट प्रोसेस किया वो तो तुरंत तत्काल हुआ है, समय नहीं लगा उसमें. इसमें काफ़ी लोग शामिल हैं, और भी नहीं, काफ़ी लोग शामिल हैं. കൊലപാതകത്തിന് പിന്നിലെ കാരണം സ്ഥിരീകരിക്കുന്നതിനും സംഭവം നടന്നത് എങ്ങനെയെന്ന് വിലയിരുത്തുന്നതിനുമായി കൂടുതൽ ഫോറൻസിക് പരിശോധനകൾ ഇപ്പോൾ നടന്നു വരികയാണ്. കാണാതായ സമയത്ത് ചൌഹാൻ സ്വർണ്ണാഭരണങ്ങളും പണവും കൈവശം വെച്ചിരുന്നതായ റിപ്പോർട്ടുകൾ ഉള്ളതിനാൽ തന്നെ മോഷണമായിരിക്കാം കൊലപാതകത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അധികൃതർ വെളിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.